ദേ, ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈരിന് അധികം പുളി വേണ്ട, അധികം പുളിച്ച തൈര് നല്ലതല്ല. അതിനുശേഷം 4 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല, അത്യാവശ്യം രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി. അധികം ഡീപ്പ് ഫ്രൈ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. നമ്മളിത് മറച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂണും ടൊമാറ്റോ സോസിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ചതച്ച മുളകും 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സോസ് തയ്യാറാക്കി വെച്ചിട്ട് അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. അത്യാവശ്യം തിളച്ച് ഒന്ന് കുറുകി വരുന്ന രീതിയിലേക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സോസൊക്കെ അങ്ങോട്ട് ചേർന്നിട്ട് ഒന്ന് വറ്റി വരുന്ന പരുവത്തിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ഇങ്ങനെ വറ്റി വരുന്നത് ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ഇരുന്ന് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ.